എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശാപം വാഴുന്ന കാണുന്നെങ്കിൽ 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു നമുക്ക് വേണ്ടി നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ നമ്മുടെ സൗഖ്യത്തിന് വില കൊടുത്തു കഴിഞ്ഞു. സ്തോത്രം. ഹീലിംഗ് ഈസ് ഇൻ ദി അറ്റോൺമെന്റ്. ഹീലിംഗ് ഈസ് എ റിഡംപ്ഷൻ റൈറ്റ്. സൗഖ്യം കാൽവരിയിൽ ദൈവം നമുക്ക് വേണ്ടി തന്റെ യാഗത്താൽ നേടിയെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കായി യാദൃശ്ചികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വീഴുകയില്ല. ചില സമയത്ത് നമ്മുടെ ആത്മരക്ഷയുടെ സമയത്ത് തന്നെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാൽ നാം സൗഖ്യവുമാകും. ഹല്ലേലൂയ. ശുശ്രൂഷകളിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നാം സൗഖ്യമാകും. എങ്കിലും നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും മേഖലകളിൽ രോഗം വാഴുന്നുണ്ടെങ്കിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി ദൈവം നേടിയെടുത്തിരിക്കുന്ന ഈ സുവിശേഷ വചനത്തിന്റെ സത്യം, ദൈവവചനത്തിന്റെ സത്യവും വെളിപ്പാടും വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ വാഴുന്ന രോഗങ്ങളെ യേശു രോഗത്തെ തന്റെ ശരീരത്തിന്മേൽ വഹിച്ചത് കൊണ്ട്, അതുകൊണ്ട് യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ദൈവം നേടിയെടുത്തിരിക്കുന്നു. ആ വില കൊടുത്തിരിക്കുന്നു.